അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം വലിയ ഇതായിട്ടൊന്നുമല്ല. എന്നിരുന്നാലും നമുക്കൊരു വീട്ടിൽ നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാൻ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളായാലും എന്ത് സാധനമായാലും നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇത് നോക്കിയേ, ഈ പടവലങ്ങ ഞാൻ വലിയ കൃഷിത്തോട്ടമായിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്. ഒരു നിങ്ങൾ നോക്കുന്നത് ഇവിടെ 3 കടയാണ് ഞാൻ കുഴിച്ചിട്ടുള്ളത്. വലിയ വളങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊരു ചാണപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ നനച്ച് കൊടുത്തിട്ടുണ്ട് വേനൽക്കാലം. അതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ ഈ ടൈമിൽ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ദേവതം നോക്കിയാൽ നിങ്ങൾ തോട്ടിൽ നോക്കിയാൽ ഇത് ഒരു പാടത്തിൻ്റെ ഏരിയ, അതിൻ്റെ പേരിൽ വെള്ളക്കെട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മാസത്തിൽ തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തേണ്ടി വരും, കുറച്ച് പൊക്കമായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കിത് പൊട്ടിച്ച് നമ്മുടെ വെണ്ടയ്ക്കര വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കളച്ചും കാഞ്ഞിട്ട് വേറെ കൃഷി ചെയ്യണം. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കൃഷിയായാലും നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ വിചാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അതിലുപരിയായിട്ട് നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിന് പിന്മാറാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം. നമ്മൾ ഓരോന്നും ഉണ്ടാക്കണമെങ്കിലും അതിനപ്പുറം ഉണ്ടാക്കാൻ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ വലുതാക്കി ചെയ്യാതെ കണ്ട് പരമാവധി ചെറുത് ഒരു കടയിൽ നടാൻ പറ്റുള്ളൂ, അത് നട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ കേട്ടോ. ഇതേ ഞാൻ പടവലത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് വേറെ ഇതിലായിരുന്നു. അത് വലിയ പഴം, ഇത് ഇത്രയ്ക്കേ വലുതാവുള്ളൂ, ചെറിയ പടവലങ്ങയാണ്. ഇത് നമ്മൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിത് കുത്തിപ്പോയി കഴിഞ്ഞാൽ ഇതിന് കേടുപറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കവറുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പടവലങ്ങയായിട്ട് തന്നെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മൂത്ത പടവലങ്ങ എന്തായാലും ഞാൻ കറിക്കുള്ളതെന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട നമുക്ക് ഇതായില്ലേ, ഇതേ വേണ്ട ഇത് നോക്കിയാൽ എന്ത് നല്ല പടവലങ്ങ എന്നൊക്കെ നമ്മുടെ വീട്ടിലെ കറി കഴിഞ്ഞു. ഇതേ ഈ 2 പടവലങ്ങ ഇപ്പം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്കുള്ളത്, ഇന്നത്തെ കറിക്കുള്ളത് സുന്ദരമായിട്ടായിട്ടാ. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ പിന്നെ ഞാൻ ഇത് കൂടാതെ പടവലങ്ങ എങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റൂട്ടെ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. എൻ്റെ പച്ചമുളകുകളാണ് പഴുത്ത് സുന്ദരമായിട്ട് എന്താ നിൽക്കണം നോക്കി. ഇത് കുറേ ചിലപ്പോൾ കിളികൾ ഇതിന് ഒരു കടയുള്ളൂ, പക്ഷെ നല്ലതല്ലേ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് എടുത്തും കാണിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ. ഞാൻ ഒരു കടുകിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നത് കഴിഞ്ഞാൽ. ഇത് ഞാൻ നട്ടിട്ടുള്ളതൊന്നല്ല കേട്ടോ, ഇത് ചേമ്പ് നട്ട് കാഞ്ഞിട്ട് അതിൻ്റെ കടയിൽ മണ്ണ് ഇട്ടപ്പോൾ ഇലയൊക്കെ ഇട്ടപ്പോൾ അതിൽ നിന്നൊരു കടുക് മണി വളച്ചും കാഞ്ഞിട്ട് ഉണ്ടായ സാധനമാണ് കണ്ടത്. അതെ, പൂക്കളായിന് കടുക് ഉണ്ടായി വരും. പിന്നെ പുതിന നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം സർബത്തായിട്ട് കുടിക്കാൻ ഈ 2 ഇല പൊട്ടിച്ചിട്ട് ചെറുനാരി നരച്ചും കാഞ്ഞിട്ട് ചകല ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സൂപ്പറായിട്ട് നമുക്ക് കുടിക്കാമെന്നറിയോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ ഗ്രോ ബാഗിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, അതിലൊരു ചെറിയൊരു തണ്ട് ഞാൻ നട്ടാണ് ഈ ജാതിൽ വളർന്നു വന്നിട്ട് കേട്ടോ, സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ വെണ്ടയ്ക്കനെ നിങ്ങളൊന്ന് നോക്കി, ഇത് കൂടുതലൊന്നുമില്ല, 2-3 കടയുള്ളൂ. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട വെണ്ടയ്ക്ക് ഇതിൽ തന്നെ ഉണ്ടായി കിട്ടും. ഇതിന് ഞാൻ ചെയ്തിട്ടുള്ളത് ചാണപ്പൊടി മാത്രമേ ഉള്ളൂ, വേറെ വളങ്ങളോ ഒന്നുമില്ല. ഒരു കേടുപാടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ വെണ്ടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഒരു വെണ്ടക്കായ നിങ്ങൾ കാണുമ്പോഴേക്കും ചേട്ടാ അത് മൂത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. ഇത് ശരി തന്നെയാണ് കേട്ടോ, അത് മൂത്താണ്. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടായപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ടക്കായ കണ്ടപ്പോൾ ഞാനത് വിത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനത് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഓരോന്നും ഉണ്ടാക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ വരുമ്പോൾ നമ്മളതിന് ഓരോന്നിനും നമുക്ക് വിത്തെടുത്ത് വെച്ചാൽ നമുക്കത് വേറെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത് എടുത്തും കാഞ്ഞിട്ട് നടും ചെയ്യാം. അതിൻ്റെ പേരിലാണ് വെറുതെ. ഇപ്പോൾ നോക്കിയാൽ ഇതാണ്ട, ഇതേ കൊത്തമര ഒരു 2-3 കടകളേ ഉള്ളൂ നമുക്ക് കറിക്കുള്ളത് കിട്ടും. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ കൊത്തമര ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് മണ്ണിലും നടാം, ഇങ്ങനെയും നടാം. അപ്പം നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതേമാതിരി നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് രീതിയിൽ നമുക്ക് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യണത് നമ്മൾ വലിയ ഇതല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾക്ക് എന്ത് പച്ചക്കറി വേണം എന്നുള്ളത് ചിന്തിച്ചും കൊണ്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ടാവും. ഇതാണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഈ വഴുതനങ്ങ വേണ്ട. ഈ വഴുതനങ്ങ എൻ്റെ പറമ്പിലുണ്ടായ വഴുതനങ്ങയെന്ന് ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷക്കാലം വരെ കണ്ട്, അതായത് ഇപ്പോൾ ഈ മാസം ലാസ്റ്റോട് മഴ പെയ്തതിന് ശേഷം പറമ്പുകളിൽ പറിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ നിർത്തിയും കൊണ്ട് തന്നെ അതിനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ പറിച്ച് നടണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നട്ട് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് കൂടി വരിക ചെയ്യുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങളിത് കാണിച്ച് തരുന്നത് കേട്ടോ. ഇത് നോക്കിയേ നിങ്ങൾ, ഇതൊരു കോവക്കര തണ്ടാണ്. ഇതൊക്കെ ചെറുതായിട്ടുണ്ടായി വരുന്നതൊക്കെ ഇതൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടതുണ്ട. നല്ല വലിയ കോവക്കകൾ ഇതാ നോക്കി അടാ, നന്നായിട്ട് ഇത് ഉണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും നമുക്ക് ചിലപ്പോൾ നമുക്ക് സ്ഥല സൗകര്യത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ഒരു കടയാണെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. ഞാൻ അതേ പറയുള്ളൂ, കൃഷിയിൽ നമ്മൾ ഇറങ്ങുക തന്നെ വേണം. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് നല്ലത് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു കട വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കട വെക്കാൻ തോന്നും. ഇത് നമ്മുടെ കുറ്റിയമര ആണ്. 2-3 കടയുള്ളൂ. എന്നാലും നമ്മുടെ വീട്ടിലേക്കുള്ളത് പൂവ് അതൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഈ ഒരു വാഴക്കടന ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇല്ലാത്തതെന്നുള്ളത് നോക്കിയേ. ഈ തക്കാളി ചെടി വേണ്ട, ഇത് ഞാൻ പാവി മുളപ്പിച്ച് തന്നെ ചാക്കിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാനൊരു വിധം സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് മറ്റുള്ള സാധനങ്ങൾ അങ്ങനെ കൂടുതലൊന്നും മേടിക്കേണ്ടി വരാറുമില്ല. പിന്നെ അത്യാവശ്യം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ പേരയ്ക്ക കൊപ്പയ്ക്ക എന്നൊക്കെ പറയുന്നത്, നമുക്ക് കൊപ്പയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കളയാനില്ല. കാരണം എന്താ കറി വയ്ക്കണമെങ്കിൽ കറി വയ്ക്കാം, പഴുപ്പിച്ച് വയ്ക്കണ ഫ്രൂട്ട്സ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ അതെ ഉള്ളി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇടയ്ക്ക് ഉള്ളി വയ്ക്കാം. ഞാനത് പറിച്ചില്ല, അതവിടെ നിന്നും കൊണ്ടാണ് വീണ്ടും ഉള്ളി ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്കൊരു മനസ്സ് വെച്ചാൽ മതി. നമ്മൾ 2 മണിക്കൂർ ഇതിനു വേണ്ടി ഒരു ദിവസത്തിൽ ചിലവഴിച്ചാൽ മതി. വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നേരം മുളക്കുമ്പോൾ എനിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ അതിനൊരു കുറച്ച് നേരം പിന്നെ ആളെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യാം. ഈ ഒരു കൊപ്പത്തെയ്യും കൂടി നിങ്ങൾ നോക്കിക്കോട്ടെ. പപ്പായ എന്ന് പറയും, കൊപ്പയ്ക്ക എന്ന് പറയുന്നതൊക്കെ. ഇതിന് പലതരത്തിലുള്ള ഇതുണ്ടായി വരുന്നത് എനിക്കൊന്നും മനസ്സിലാവണല്ലേ. ഇതിൻ്റെ നീളം നോക്കി കൊപ്പക്കായത് ഇനി ഇതിൻ്റെ മേലെ നോക്കി അത് ചെറുത്, അതിൻ്റെ മേലെ നോക്കി വലുത്. അപ്പോൾ ഒരു കൊപ്പമ തന്നെ പലതരമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കേ അപ്പോൾ എന്ത് സാധനവും നമ്മൾ ഒരു കട വയ്ക്കാൻ പറ്റിയിട്ടുള്ളതെങ്കിൽ നമ്മളത് വയ്ക്കുക. അതിൽ പറ്റുന്നല്ല ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കി, ഇത് ഈ ഇത്ര ചെറിയൊരു സ്ഥലത്തിൽ എൻ്റെ കൊള്ളി വേണമെങ്കിൽ കൊള്ളിയുണ്ട്, കൊപ്പയ്ക്ക് വേണമെങ്കിൽ കൊപ്പയ്ക്കുണ്ട്, വാഴ വേണമെങ്കിൽ വാഴയുണ്ട്, മുരിങ്ങക്കായ വേണമെങ്കിൽ മുരിങ്ങക്കായ ഉണ്ട്, പയറ് വേണമെങ്കിൽ പയറുണ്ട്. ഇത് ഇത്ര സ്ഥലമാണ് കാണുന്നത്. കണ്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞത്, ഇപ്പോൾ പയറൊക്കെ ഞാൻ പൊട്ടിച്ചാണ് ഉണ്ടായി വരുന്ന വള്ളിപ്പയറാണ്, ചുമന്ന പയർ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചില്ലേ, കടുക്, ഉള്ളി, ഈ മല്ലിയില, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ച് ചെയ്താൽ മതി. ഓരോന്നും ഇതേ ഇപ്പോൾ കായ്പക്കായ അവിടെ പടർന്നു വരുന്നു. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല, നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ ശരീരത്തിന് നമ്മൾക്ക് ഏറ്റവും നല്ലതല്ലേ. ഒരെണ്ണം പൊട്ടിച്ചു, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കറി വയ്ക്കണമെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചു തോന്നും, നമുക്ക് കറി വെച്ചു.
അപ്പം അങ്ങനൊരു രീതി നമ്മൾ ഓരോരുത്തരും ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെയും ഇങ്ങനെ പറയണതിൻ്റെ ഉദ്ദേശം കേട്ടാ. ഇങ്ങനെ എപ്പോഴെപ്പോഴും ചെയ്യുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ചെയ്യണം, എല്ലാവർക്കും ഉണ്ടാവണം. അതിൻ്റെ പേരിലാണ് ഞാൻ പറയണത്. കാരണം എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പറയണത്. എങ്കിൽ എല്ലാ വക പച്ചക്കറികളും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാവുകയും ചെയ്യും. നല്ല ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓരോന്ന് ചെയ്തു നോക്കാം. വലിയ കൂടുതൽ കൃഷി അറിയണമെന്നില്ല. കൃഷി അറിയണമെന്ന് നമ്മൾ വലിയ കൃഷികൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുള്ളൂ. ഇത് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാൻ നോക്കാം.